ഇനി KN ഉണ്ണികൃഷ്ണൻ MLAയ്ക്കും KJ ഷൈൻ ടീച്ചറിനുമെതിരായ അപവാദ പ്രചാരണത്തിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ്. MLAയുടെ മൊഴിയിൽ അന്വേഷണ സംഘം ഇന്ന് കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യും. അതോടൊപ്പം ഈ പോലീസ് മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെതിരെയും KJ ഷൈൻ പരാതി നൽകിയിട്ടുണ്ട്. അതിനിടെ കേസിൽ പ്രതിയായ പറവൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് CK ഗോപാലകൃഷ്ണൻ ഒളിവിൽ പോയി. വിശദമായ റിപ്പോർട്ടിലേക്ക്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ അപവാദ പ്രചാരണം നടത്തിയവരുടെ പേര് വിവരങ്ങൾ MLAയും ഷൈൻ ടീച്ചറും കൈമാറിയിട്ടുണ്ട്. ഇവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതിയ കേസുകളും രജിസ്റ്റർ ചെയ്യാനാണ് നീക്കം. വ്യാജ പ്രചാരണം നടത്തിയ കോൺഗ്രസ് സൈബർ ഹാൻഡിലുകളെക്കുറിച്ചും നേതാക്കളെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. KJ ഷൈൻ നൽകിയ പരാതിയിൽ കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിന്റെ പേരുമുണ്ട്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ലൈംഗിക ചുവയുള്ള പോസ്റ്റുകൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു എന്നാണ് പരാതി. അപവാദ പ്രചാരണം നടത്തിയ പലരും പോസ്റ്റുകൾ പിൻവലിച്ചിട്ടുണ്ട്. ഇത് വീണ്ടെടുക്കാൻ സൈബർ പോലീസ് മെറ്റയുടെ സഹായവും തേടി. ഫേസ്ബുക്ക് പോസ്റ്റുകൾ നടത്തിയവർക്കെതിരായ സാക്ഷിമൊഴികളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. അതിനിടെ കേസിലെ മുഖ്യപ്രതിയായ കോൺഗ്രസിന്റെ പറവൂർ മണ്ഡലം സെക്രട്ടറി CK ഗോപാലകൃഷ്ണൻ ഒളിവിൽ പോയി. ഇന്നലെ മുതൽ ഗോപാലകൃഷ്ണൻ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. VD സതീശൻ MLAയുടെ ഓഫീസിലാണ് ഗോപാലകൃഷ്ണനെ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നാരോപിച്ച് പറവൂരിലെ CPIM നേതാക്കളും രംഗത്തെത്തി. ഇന്നലെ രമേശ് ടി കുറുപ്പ് വന്നപ്പോൾ ഞങ്ങൾ സംശയിക്കുന്നത് മുഴുവനും മിക്കവാറും MLAയുടെ സഹായത്തോടെയൊക്കെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നത്. കാരണം അല്ലെങ്കിൽ രമേശ് കുറുപ്പ് വരാൻ വന്നങ്ങനെ സഹായിക്കാൻ കാര്യമില്ല. MLAയുടെ അടുത്ത അനുയായിയും ഈ ഓഫീസിൽ കൈകാര്യം ചെയ്യുന്ന ആളാണ് രമേശ് ടി കുറുപ്പ്. അപ്പോൾ അദ്ദേഹം ഒക്കെ വന്നു പോകുമ്പോൾ സംശയിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. മിക്കവാറും ഓഫീസുമായി ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. പരമാവധി തെളിവുകൾ ശേഖരിച്ച് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഇന്നലെ ഗോപാലകൃഷ്ണന്റെ വീട്ടിലേക്ക് CPM പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. സുരക്ഷ കണക്കിലെടുത്ത് പോലീസ് കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കൊച്ചി.